സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ സിബി ജെയിംസ് സാറെ, വിഷയാവതരണം ചെയ്യുന്ന സിബി മാത്യു ലയൺസ് ക്ലബ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ, ആശംസ അർപ്പിക്കുന്ന വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രീമതി പ്രിയപ്പെട്ട അലീന, ഏറ്റവും ആദരണീയ സന്തോഷങ്ങൾ ഡോക്ടർ സിബി ജെയിംസ്, സിബി മാത്യു, Dr. Sister Princey Philip, Dr. Anna Matthew, Nigel Sebastian, and Prefect Dr. Minna Sivi. ലേഡീസ് രണ്ടുപേരല്ലേ? ആദരണീയനായ സന്തോഷ് സർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ മിസ് ദിയ ബിനി, ലയൻസിൻ്റെ സിബി സർ, പ്രിൻസസ് സിസ്റ്റർ എൻറ്റോ സർ, ഡോക്ടർ മിന്നു സിബി, ഏറ്റവും ബഹുമാനായ വ്യക്തികളെ, നമ്മുടെ ഹരീശ്വരൻ അന്തേവാസികളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം കയ്യൊപ്പിട്ട ആൾ എന്നുള്ളൊരു വാചകം മലയാളികളുടെ മനസ്സിൽ ശക്തമായിട്ട് പതിഞ്ഞതാണ്. പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ ഏറ്റവും വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരൻ ഫെദോർ ദസ്തയേവ്സ്കിയെക്കുറിച്ച് എഴുതിയ വാചകമാണ്. എനിക്ക് തോന്നുന്ന ആ വാചകം വളരെ കൃത്യമായിട്ട് മന്വർത്ഥമാകുന്ന ഒരു സന്ദർഭം മരിയ സുധനിലുണ്ട്. നമുക്ക് സന്തോഷ് സാറിനെ കാണുമ്പോൾ ഇത്തരം വാക്കുകൾ
തീർത്തും അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കുക. കാരണം അദ്ദേഹം പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ പഠിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഓഫ് ഇന്റർനാഷണലും ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല NSS യൂണിറ്റായ പാലാ സെന്റ് തോമസ് കോളേജിലെ NSS യൂണിറ്റും ചേർന്ന് ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ മാസം ഇവിടുത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനിയും പല സ്ഥാപനങ്ങളെയും കൂട്ടി വരും മാസങ്ങളിലൊക്കെ ഇതിലെ കടന്നു വരും എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും ദൈവാനുഗ്രഹം കൊണ്ട് ഈ മാസവും കടന്നു വരുവാൻ സാധിച്ചു. ദൈവം അനുഗ്രഹിച്ചാൽ വരും മാസങ്ങളിലൊക്കെ ഇതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി അല്ല ഏതെങ്കിലും ലയൺസപ്പുമായി തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരും. എന്റെ ഒരു സഹോദര സ്ഥാപനമായിട്ടാണ് ഞാൻ സന്തോഷ് സാറിന്റെ സ്ഥാപനത്തെ കണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലല്ല, ഞങ്ങളൊക്കെ വീടുകളിൽ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം നിറയുന്നു. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ പോകണം. അതിനുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള ഒരു ആയുസ് സന്തോഷ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ കുമാരി ദിയ ബിനു, മുഖ്യപ്രഭാഷണം നടത്തിയ സെന്റ് തോമസ് കോളേജിന്റെ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ്, ലയൺസ് ക്ലബിന്റെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ പ്രിയപ്പെട്ട സിബിച്ചേട്ട, NSSന്റെ പ്രോഗ്രാം ഓഫീസർ പ്രിയപ്പെട്ട ആൻഡ്രൂ സർ, ഇന്ന് അവയർനെസ് ക്ലാസ് നയിക്കുന്ന ഡോക്ടർ മിന്നു സിബി, മരിയ സദനത്തിലെ സഹോദരങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട NSS വോളണ്ടിയേഴ്സ്. സന്തോഷിയുടെ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മരിയ സദനത്തിന്റെ സ്റ്റേജിൽ 2001 മുതൽ നിൽക്കാൻ തുടങ്ങിയതാണ്. നിങ്ങളെ പോലെ ഇവിടെ ഇരിക്കുന്ന സെന്റ് തോമസിന്റെ NSS വോളണ്ടിയേഴ്സിനെ പോലെ 2001 പാലാ അൽഫോൺസ കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അൽഫോൺസ ഹോസ്റ്റലിന്റെ മുറിക്കുള്ളിൽ ജീവിതം ഒതുങ്ങിപ്പോകുന്നു എന്ന് തോന്നിയപ്പോൾ ശനിയും ഞായറും ഒക്കെ കെമിസ്ട്രി ടെക്സ്റ്റുകളുമായിട്ട് മാത്രം ജീവിതം തീരുന്ന ഒരു സമയത്ത് അന്ന് അൽഫോൺസ കോളേജിൽ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ലിയോബയാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടുപഠിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ പഞ്ചസാര കൊടുക്കുമ്പം നമ്മൾ നാക്കിന്റെ അടിയിൽ വെച്ച് വേണം കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ വായ്ക്കുള്ളിൽ ചുമ്മാ പഞ്ചസാര കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ഉള്ളിലേക്ക് പോയി ശ്വാസകോശത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ബോധമില്ലാതെയൊക്കെ പോയ പേഷ്യന്റ് ആണെങ്കിൽ ശ്വാസകോശത്തിൽ കയറി പോയാൽ അത് വേറെ ശ്വാസമുട്ടലുകൾക്കും ശ്വാസം കിട്ടാതെ മരണം വരെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നാക്കിനടിയിൽ വെച്ച് നമ്മൾ പഞ്ചസാര ഇടും. അത് നമ്മൾ 30 to 50 ലെവലിലൊക്കെ ആണെങ്കിലാണ് നാക്കിനടിയിൽ വെച്ച് പഞ്ചസാര ഇടുന്നത്. 30 താഴെ പോകാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഒത്തിരി ആഴ്ന്നിറങ്ങി താഴേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ റണ്ണിങ് ടാപ്പ് വാട്ടർ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടി. അത് 2 മിനിറ്റോ 3 മിനിറ്റോ അല്ല ഒഴിക്കേണ്ടത്, 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിക്കണം. പിന്നെ ഈ നമ്മൾ പറഞ്ഞില്ലേ കൊമളായിട്ട് വരാന്ന്, അത് പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാമോ? പൊട്ടിക്കരുത്. അത് പൊട്ടിച്ചാൽ അവിടെ ബാക്ടീരിയ വന്നിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. അപ്പൊ നമ്മൾ ഒരിക്കലും അത് സ്വന്തമായിട്ട് പൊട്ടിക്കാൻ പാടില്ല. അത് ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഇതിന് നമ്മളായിട്ട് അത് പൊട്ടിച്ചു കളയും. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ ഒന്നും വരാതെ എന്നിട്ട് ക്രീമും തേച്ച് എല്ലാം തേച്ച് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ ഇല്ലാതെ നമുക്ക് അതാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇപ്പം ആളുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ വേണ്ട രീതിയിൽ അപ്പോൾ ഒന്ന് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഒരു ജീവൻ വരെ നമുക്ക് രക്ഷിക്കാവുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആരുടെ ജീവിതമായിരിക്കും രക്ഷിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നോക്കി ഒരിക്കലും ചെയ്യരുത്. അത് ചെയ്താ പിന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം. പണ്ടത്തെ കാലത്തൊക്കെ അതൊക്കെ ശുദ്ധമായിരിക്കും. ഇപ്പൊ അത് ചെയ്താൽ ഇൻഫെക്ഷനായി കൂടുതൽ പ്രശ്നം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും പൊള്ളലേറ്റ് ഒരാളെ നമ്മൾ വേറെ സാധനങ്ങളൊന്നും തേക്കാൻ പാടില്ല. പിന്നെ ഇപ്പം വലിയൊരു ഇത് അടുക്കളയിൽ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുകയാന്ന് വെച്ചോ, അപ്പൊ സാരിയിലൊക്കെ കയറി തീ പിടിച്ചു. അന്നേരം എന്തായിരിക്കും ചെയ്യാ? ഏതാ? വെള്ളം കോരി ഒഴിക്കണം. പക്ഷെ അതല്ല, അടുക്കളയിൽ ഒരാളല്ലേ ആയിട്ടൊക്കെ നിൽക്കുന്നേ. അപ്പൊ എന്താ ചെയ്യാ? ഒരാള് തീ കയറി പിടിച്ചു. ഏതാ? അത് ശരിയായിട്ടുള്ള ഒരു ഉത്തരവാണ്. ആദ്യം ചെയ്യേണ്ടത് ഓടാതിരിക്കുക. ഓടി എന്ത് പറ്റും? ഓക്സിജൻ സപ്ലൈ അവിടെ കൂടും. ഓക്സിജൻ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? തീ ആളി കത്താൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഒരിക്കലും ഓടരുത്. നിൽക്കുന്നോടത്ത് നിൽക്കുക. പറ്റുമെങ്കിൽ നിലത്ത് കിടന്നിട്ട് ഉരുളാൻ തുടങ്ങുക. അപ്പൊ തീയുടെ സപ്ലൈ കുറഞ്ഞിട്ട് അത് നിൽക്കാനുള്ള ഇത് തുടങ്ങും. കുറെ
Oh